ഒരുപാട് നാളിന് ശേഷം നമ്മളിന്ന് അങ്ങനെ വയനാട്ടിലേക്കൊന്ന് കയറുകയാണ് കേട്ടോ. തനുട്ടി കുറേ ദിവസമായി പറയുന്നത് വയനാട്ടിൽ പോകാം, റിസോർട്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇന്ന് അവളെയും കൂട്ടിയിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് മേപ്പാടിന്ന് നല്ല മീൽസും അതുപോലെ തന്നെ ബിരിയാണി പൊളിച്ചതും കഴിച്ചു. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അത് കഴിക്കുന്നത്. അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ നമ്മുടെ റിസോർട്ടിലെത്തിയിട്ടോ. ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്ന റിസോർട്ട്. മൗണ്ടൻ പൗണ്ട്. അടിപൊളി പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഇക്കയാണ് ഇവിടുത്തെ മെയിൻ. നമുക്കൊരു കുറവും വരുത്തിയിട്ടില്ല കേട്ടോ. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു അടിപൊളി പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള റിസോർട്ടുകളൊന്നും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട്. ഇനി ഞങ്ങൾ എടുത്ത റൂം ആദ്യം ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് മൊത്തത്തിലൊന്ന് ചുറ്റി കാണാം. ഓക്കെ, ആദ്യം ഒരു ലിവിങ് ഏരിയ, ഒരു ബെഡ്റൂം. ഇതാണ് ഫാമിലി വ്യൂ കോട്ടേജ്. ഇതൊരു അടിപൊളി റൂമാട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. പിന്നെ വരുന്നത് കപ്പിൾ കോട്ടേജ് ആണ്. പിന്നെ ഇവിടെ വരുന്നത് ഡിലക്സ് റൂമാണ് കേട്ടോ. ഒരേ സമയം ഏകദേശം 80 പേർക്ക് ഇവിടെ താമസിക്കാൻ പറ്റും. ഇവിടുത്തെ എല്ലാ റൂംസും നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട് കേട്ടോ. ഈ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്ത് നിങ്ങൾ പോകില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. അത്രത്തോളം ആക്ടിവിറ്റീസ് ഉണ്ട്, കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും. അതിലിവിടെ എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ സിപ്പ് ലൈന്. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ കയാക്കിങ്ങും വരുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഇതെല്ലാം നമ്മൾ പുറത്ത് പോയി എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 600-700 രൂപ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതെല്ലാം ഇവിടെ ഫ്രീ ആയിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ ഇവിടെ റൂം എടുത്താൽ മാത്രം മതി, ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. നമുക്ക് തന്നെ ഇവിടുന്ന് സ്വന്തമായിട്ട് മീനൊക്കെ പിടിക്കാം. പിടിച്ച് അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് എന്താണോ വേണ്ടത് അത് അവർ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. നമുക്ക് പിന്നെ ഇതിനെ കണ്ടിട്ട് പാവാണ് തോന്നിയത്, കഴിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ അതിന് വിട്ടുവിട്ടോ വെള്ളത്തിലേക്ക് തന്നെ. ഇവിടെ ഏകദേശം 8-9 കിലോ വരുന്ന മീൻ വരെ ഉണ്ട് കേട്ടോ. അങ്ങനെ രാത്രിയായപ്പോൾ പൂളിലേക്കൊന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു. ഞാനല്ല കേട്ടോ, അമ്മൂസും തനും. തണുപ്പ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. ഒരാളിവിടെ സ്റ്റക്കായി നിൽക്കുക, ഇറങ്ങണോ വേണ്ടെന്ന് വിചാരിച്ചിട്ട്. അവസാനം അവൾ അത് സഹിച്ചിട്ട് എങ്ങനെ ഇറങ്ങി. തനൂട്ടി ഇറക്കി എന്ന് പറയാം. അങ്ങനെ ഏകദേശം 1 അവർ പൂളിൽ തന്നെയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ക്യാമ്പ് ഫയർ ഇട്ടത്. അങ്ങനെ ഞങ്ങളിതാ നേരെ റൂമിൽ പോയി ഡ്രസ്സെല്ലാം മാറി വന്നിട്ട് കുറേ നേരം അതിൻ്റെ അടുത്ത് പോയിരുന്നു. ഈ തണുപ്പത്ത് കിട്ടിയപ്പോൾ ഭയങ്കര ആശ്വാസമായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള ടൈമായി. നേരെ നമ്മൾ പോയി ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഏതായാലും നിങ്ങൾക്കും ഈ പ്രോപ്പർട്ടിയിൽ ഒന്ന് സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി.